ടിക്കറ്റ് ഓക്കെ എന്ന് പറഞ്ഞ് ഇന്നലെ അതിന് 18 ആൾ പോകാമെന്ന് പറഞ്ഞു. 18 ആൾ നോക്കുമ്പോൾ എൻ്റെ പേരില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മാറിയിരുന്നു. പിന്നെ എൻ്റെ ഉമ്മാൻ്റെ ബീബി എന്നാ പേര്, ബീബിൻ്റെ പേരില്ല, റഹീമാൻ്റെ പേരില്ല. ഒരു 3 ആളും മാറിക്കോ പണി. ഞാനിങ്ങനെ മാറി നിന്ന് ഉമ്മാക്ക് ചോറ് എടുത്ത് കൊടുക്കാൻ പോകുമ്പോൾ എന്നെ വിളിച്ച് എൻ്റെ പേരുണ്ട് വാ എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പെട്ടെന്ന് ഇറങ്ങിപ്പോന്നു. ഉമ്മയും ഓളും അവിടെ അടുത്ത് തന്നെയാണുള്ളത്. ഉമ്മയും പിന്നെ എൻ്റെ ഒരു മോളും അടുത്ത് തന്നെയാണുള്ളത്. ഞങ്ങളെ 7 ആൾ പോയാൽ പിന്നെ 4 ആളാണ് വന്നിക്കുള്ളൂ, ബാക്കി 2 ആൾ അവിടെ തന്നെ ഉണ്ട്. ഇപ്പം പിന്നെ ഒരാഴ്ച അയാൾ എവിടെയോ പോയിട്ട് കാണുന്നില്ല, നമ്മളെ കൊണ്ടേ ഇല്ലാറില്ല, അയാൾ എവിടെയോ പോയിട്ട് കാണുന്നില്ല. അന്നേരം മറ്റേവരെല്ലാം കൂടി ചർച്ച ചെയ്ത് ഞങ്ങളെ ഒരു കയറ്റി വിടാന്നുള്ളത് ഒരെന്തെല്ലാം ആക്കി ഒരു കയറ്റി വിട്ടാന്ന് തോന്നുന്നത് നമുക്കറിയില്ല. അതൊന്നും പിന്നെ ഭക്ഷണം ഇല്ല. അതിന് ഒരു ദിവസം ഭക്ഷണമൊന്നും ഇല്ലാണ്ട് അയാൾ പെട്ടെന്ന് റൂം ഒഴിഞ്ഞു കൊടുക്കാൻ പറയുന്നത്, ഭക്ഷണവും ഇല്ല. ഞങ്ങളെവിടെ പോകും? അങ്ങനെ എല്ലാം കൂടി പേടിച്ച് ബേജാറായി കാര്യം. അയാൾ പേര് പിന്നെ ഇവർക്കറിയാം, എനിക്കറിയില്ല. ഒന്നുമില്ല, ഞങ്ങൾ ഇവിടുന്ന് പോയത് 15-ാം തീയതിയാണ്. പോകുമ്പോൾ ഒന്നും പ്രയാസങ്ങളൊന്നുമില്ല. അങ്ങനെ മക്കത്ത് പോയി അവിടെ കുറേ നിന്ന് അഞ്ചുംറ ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് കുറേ ഒരുപാട് സിയാറത്തുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് ശേഷം മദീനയിലേക്ക് പോയി. മദീനയിലേക്ക് പോയി റൗദ കാണണമെന്ന് പറഞ്ഞ് അതെന്തോ അപ്പോയിൻമെൻ്റ് എടുക്കണോ. അപ്പോൾ സാധാരണ ഉംറ ഗ്രൂപ്പുകാരെ അപ്പോയിൻമെൻ്റ് എടുക്കൽ, നമ്മൾ എടുക്കലില്ല. നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാർ പറഞ്ഞു റൗദക്കാരാണ്ട് ഞങ്ങൾ പോരൂല എന്ന് പറഞ്ഞ്. അപ്പോൾ മൂപ്പർ പറഞ്ഞു ഞാൻ മക്കത്ത് പോട്ടെ, ഞങ്ങൾ മദീനത്താണുള്ളത്, അപ്പോൾ മക്കത്ത് പോയിട്ട് ശരിയാക്കട്ടെ എന്ന് പറഞ്ഞ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ശരിയാന്ന് വിചാരിച്ചു. അങ്ങനെ പിറ്റേന്ന് പറഞ്ഞ് ഞാൻ കോഴിക്കോട്ടേക്ക് പോകുന്ന നാട്ടിലാണുള്ളതെന്ന് പറഞ്ഞ്. അപ്പം പിന്നെ നമുക്കെല്ലാം കൺവീൻഷനായി. അങ്ങനെ പിന്നെ ടിക്കറ്റ് എടുക്കുകയും പറയുമ്പോൾ റിട്ടേൺ ടിക്കറ്റ് ഇല്ല. പിന്നെ അതാണ് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് സ്വീപ്പായത്. അപ്പോൾ ഒരു ദിവസം ഭക്ഷണത്തിന് പ്രശ്നം വന്നിക്ക്. പിന്നെ ഭക്ഷണമെല്ലാം അടുത്ത സംഘടനക്കാർ തന്നിക്ക്. പിന്നെ മെയിനായിട്ട് പിന്നെ തിരിച്ചു പോരുമ്പോൾ ഈ പറഞ്ഞോട്ട് മദീനയിൽ നിന്ന് ദമാമ് വരെ 14 മണിക്കൂറോളം ബസ് യാത്രയാണ്. രാത്രി ഒരു ദിവസം ഫുള്ളായി തന്നെ ഉറങ്ങി. പിന്നെ അപ്പോൾ നമ്മളെ കൂടെയുള്ള ആൾക്കാർ കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ട്, അതാണ് മെയിൻ പ്രശ്നം. ഓല പെട്ടെന്ന് നാട്ടിലെത്തിക്കണം. അതെ, ഓല് പറഞ്ഞത് അവിടെയുള്ള മുഴുവൻ 160 മൊത്തം ആൾക്കാരുള്ളത്. 160 ആൾക്കാരെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കുന്നവർ പറഞ്ഞ്. അപ്പോൾ ഇങ്ങനെ ആകുന്നുള്ള എന്തിനാ പോലെ അയക്കുന്നതാണ്. ഒരു ട്രിപ്പ് ഇവിടത്തേക്ക് പോയി, ബാംഗ്ലൂരേക്ക് പോയി. പിന്നെ 18 ആൾ ഞാളുണ്ട് എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഞങ്ങളെ പേര് വിളിച്ച് ഞങ്ങൾ കാര്യങ്ങൾ പോകുന്നു. അങ്ങനെ ഇയാൾ വാട്സപ്പ് ബന്ധപ്പെടുന്നുണ്ട്, വാട്സപ്പിൽ വോയിസ് അയക്കുന്നുണ്ട്. ഞാനിങ്ങനെ അയച്ചര ഇങ്ങനെ കൺഫേം ആകുന്നതനുസരിച്ച് നമുക്ക് പോരാ, ഞാൻ തന്നെ എടുക്കുന്നതെന്ന് അയാൾ പറയുന്നത്. അപ്പോൾ ശരിയാ നമുക്കറിയാലോ, ഞാൻ തന്നെ ടിക്കറ്റ് എടുക്കുന്നത്. അങ്ങനെ അയാൾ ടിക്കറ്റ് കൺഫേം ആകുന്നതനുസരിച്ച് ഇങ്ങനെ അയക്കുന്നത്. ആൾക്കാർ വരാണ്ട് അതാ പേടി. അതൊന്നും അറിയുന്നില്ല, ഞങ്ങളെ വാട്സപ്പ് ഒന്നും ഞങ്ങളെ ഫോണൊന്നും അനങ്ങുന്നില്ലല്ലോ, അതുകൊണ്ട് ഒന്നും അറിയുന്നില്ല. ബുദ്ധിമുട്ട് ഞങ്ങളെല്ലാ കാര്യങ്ങളും നിറവേറ്റി തന്നിട്ടാണ് മൂപ്പര് പോയത്. ഇപ്പം വരാമെന്ന് പറഞ്ഞ് പോയതാ, എന്തോ അർജന്റീന പോയതാണ്. എല്ലാ കാര്യവും എല്ലായിടത്തും കൊണ്ടുപോകും, എല്ലാം ചെയ്തു തന്നെ. എന്തെങ്ങനെ പറ്റിയെന്നൊരു പിടുത്തവും കിട്ടുന്നു. വേറെ ഒന്നും പറയാനല്ലോ ഇതന്നെ. അല്ലാണ്ട് ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയെന്നൊന്നും അറിയില്ല. അവരിങ്ങനെ പോകുന്നതല്ലേ, അങ്ങനെ വന്നതാ ഞങ്ങളും. അങ്ങനെ ആകാൻ കാരണം എന്താണെന്നൊന്നും അറിയില്ല, ഒരു പിടുത്തം കിട്ടില്ല. മൂപ്പര് സാധനം 65 മേടിച്ചു, 65.